കവിതയുടെ ലോകത്ത് ചില പേരുകളുണ്ട്. കേൾക്കുമ്പോൾ തന്നെ ഒരു കൊടുങ്കാറ്റ് വന്നതുപോലെ തോന്നും. അങ്ങനെ ഒരാളാണ് ഡിലൻ തോമസ്. ചിലർക്ക് അദ്ദേഹം ഒരു ഇതിഹാസമാണ്, മറ്റു ചിലർക്ക് ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട പ്രതിഭ. എന്തായാലും അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ തീവ്രമായ അഭിപ്രായങ്ങളും ഓർമ്മകളുമൊക്കെയാണ് മനസ്സിലേക്ക് വരുന്നത്. നോക്കൂ, ഇതാണ് ഞാൻ പറഞ്ഞ ആ വൈരുദ്ധ്യം. ഒരു വശത്ത് ഹെർബർട്ട് റീഡിനെ പോലുള്ളവർ പറയുന്നു, ഇത് നമ്മുടെ കാലത്തെ ഏറ്റവും ശുദ്ധമായ കവിതയാണെന്ന്. എന്നാൽ നേരെ മറുവശത്ത് ജെഫ്രി ഗ്രിക്സൺ ഇതിനെ വെറുമൊരു ചെളിക്കൂമ്പാരമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നു. ഒരേ കവിതയെ തന്നെ എങ്ങനെയാണിങ്ങനെ രണ്ട് രീതിയിൽ കാണാൻ കഴിയുന്നതില്ലേ? അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ആരായിരുന്നു ശരിക്കുമുള്ള ഡിലൻ തോമസ്? ഒരു പ്രതിഭയോ അതോ കെട്ടിച്ചമച്ചൊരു കഥാപാത്രമോ? ശരി, ഈ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താൻ ശ്രമിക്കാം. റെഡിയല്ലേ? ഡിലൻ തോമസിനെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം എവിടെ നിന്നാണ് വന്നതെന്ന് നമ്മൾ ആദ്യം അറിയണം. അദ്ദേഹം വെയിൽസ്കാരനായിരുന്നുവെന്നത് വെറുമൊരു വിവരമല്ല, അതാണ് അദ്ദേഹത്തിന്റെ കവിതകളുടെയെല്ലാം ആത്മാവ്. അന്നത്തെ ലണ്ടനിലെ ബുദ്ധിജീവികൾക്കിടയിലേക്ക് ഒരു ഗറില്ല ആക്രമണം പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ വരവ്. അത്രയ്ക്ക് പുതിയതും ശക്തവുമായിരുന്നു ആ ശബ്ദം. നിങ്ങൾ ആലോചിക്കണം, ആ കാലഘട്ടമെന്ന് പറയുന്നത് TS എലീറ്റിനെയും W.H. ഓർഡനെയും പോലുള്ളവരുടെ സമയമാണ്. എല്ലാം വളരെ അക്കാഡമിക്, ബൗദ്ധികമായ കവിതകൾ. ആ ഒരു ശാന്തമായ ലോകത്തേക്കാണ് തോമസ് വരുന്നത്. അദ്ദേഹം തീർത്തും വ്യത്യസ്തനായിരുന്നു. വികാരങ്ങൾ കൊണ്ട് കവിത എഴുതുകയും അത് വേദിയിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു കലാകാരൻ. ജോൺ വെയ്നിന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കാര്യം വ്യക്തമാകും. ആ വൈകാരികത, വാക്കുകളിലെ ആ ഒരു ഗാംഭീര്യം, സംഗീതാത്മകത, ഇതെല്ലാം അദ്ദേഹത്തിന്റെ വെൽഷ് വേരുകളിൽ നിന്ന് വന്നതാണ്. ഇതൊരു പുതിയ സ്റ്റൈൽ മാത്രമായിരുന്നില്ല, ഇംഗ്ലീഷ് സാഹിത്യ ലോകത്തിന് കിട്ടിയ ഒരു പുതിയ ഊർജ്ജമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു ഷോക്ക് തന്നെയായിരുന്നു അത്. ഓക്കെ, അപ്പോൾ ഈ പുറമേ കാണുന്ന ബഹളങ്ങളും പ്രകടനങ്ങളും ഒക്കെ ഒന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് ആ എഴുത്തുകാരൻ്റെ ഉള്ളിലേക്ക് നോക്കാം. കാരണം തോമസ് വെറുതെ വികാരങ്ങളുടെ പുറത്ത് എഴുതുന്ന ഒരാളായിരുന്നില്ല. അല്ല, അദ്ദേഹം വാക്കുകൾ കൊണ്ട് ഒരു ശില്പം കുത്തിയെടുക്കുന്നത് പോലെ സൂക്ഷ്മമായി പണിയെടുക്കുന്ന ഒരു കലാകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ രീതിയെ അദ്ദേഹം തന്നെ വിശേഷിപ്പിച്ചത് ബിംബങ്ങളുടെ യന്ത്രം എന്നായിരുന്നു. അതായത്, ഒരു ഇമേജ് അടുത്ത ഇമേജിന് ജന്മം കൊടുക്കുന്നു, അത് മറ്റൊന്നിന്, അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ. ചിലപ്പോൾ ഈ ഇമേജുകൾ തമ്മിൽ ഒരു ബന്ധവും തോന്നില്ല, പക്ഷേ അവ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംഘർഷണത്തിലാണ്, ആ സ്ഫോടനത്തിലാണ് കവിതയുടെ യഥാർത്ഥ അർത്ഥം ഒളിഞ്ഞിരിക്കുന്നത്. ഈ വരികൾ കേട്ടുനോക്കൂ, അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായി മനസ്സിലാകും. ഒരു പൂവിനെ വിരിയിക്കുന്ന അതേ ശക്തിയാണ് എന്റെ ചെറുപ്പത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ അവിടെയാണ് ട്വിസ്റ്റ്. അതേ ശക്തി തന്നെയാണ് മരങ്ങളെ നശിപ്പിക്കുന്നതും എന്നെ തന്നെ ഇല്ലാതാക്കുന്നതും. അതായത് ജീവിതവും മരണവും, സൃഷ്ടിയും സംഹാരവും എല്ലാം ഒരേ ശക്തിയുടെ രണ്ടു മുഖങ്ങളാണെന്ന് അദ്ദേഹം ഒറ്റയടിക്ക് പറയുകയാണ്. ശരി, ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു ഘട്ടത്തിലേക്ക് കടക്കാം. അമേരിക്ക. അവിടെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തി ആകാശത്തോളം ഉയർന്നതും അതേപോലെ തന്നെ ആ തീയിൽ അദ്ദേഹം എരിഞ്ഞടങ്ങിയതും. അമേരിക്കയിൽ സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ, ഡിലൻ തോമസ് ഒരു കവി എന്നതിലുപരി ഒരു റോക്ക് സ്റ്റാറായി മാറി. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു കവി സ്റ്റേജിൽ വന്ന് കവിത വായിക്കുന്നു, ആയിരക്കണക്കിന് ആളുകൾ ആവേശത്തോടെ അത് കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം, ആ പെർഫോമൻസ്, അത് കവിത കേൾക്കലായിരുന്നില്ല, ഒരു അനുഭവമായിരുന്നു. അങ്ങനെയാണ് ഡിലൻ തോമസ് എന്ന ഇതിഹാസം ജനിക്കുന്നത്. ഈ ടൈം ലൈൻ കാണുമ്പോൾ തന്നെ ആ വേഗത നമുക്ക് മനസ്സിലാകും. വെറും 3 വർഷം കൊണ്ട് 4 അമേരിക്കൻ പര്യടനങ്ങൾ. 1950-ൽ അദ്ദേഹം താരമായി. 52 ആയപ്പോഴേക്കും അദ്ദേഹം ആ റൊമാൻറ്റിക് കവി എന്ന ഇമേജിൽ കുടുങ്ങി. 53-ൽ അവസാനത്തെ വരവ്. അധികം വൈകാതെ വെറും 39-ാം വയസ്സിൽ ന്യൂയോർക്കിൽ വെച്ച് മരണം. ആ പ്രശസ്തിയും ജീവിതരീതിയും അദ്ദേഹത്തെ കാർന്നു തിന്നുകയായിരുന്നു. ഈയൊരു വാചകം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അവസ്ഥയെ ഏറ്റവും നന്നായി വിവരിക്കുന്നുണ്ട്. അമേരിക്കയുടെ ആരാധനയ്ക്ക് മുന്നിൽ അദ്ദേഹം ഒരു ഇരയെപ്പോലെയായി. ആ റൊമാൻറ്റിക് കവി എന്ന റോൾ ആളുകൾക്കുവേണ്ടി അഭിനയിച്ച് അവസാനം അദ്ദേഹം ആ റോൾ തന്നെയായി മാറി. അതിൽ നിന്ന് പുറത്തുവരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പോ അദ്ദേഹത്തിന്റെ ജീവിതം ദുരന്തപൂർണമായിരുന്നു, സമ്മതിച്ചു. പക്ഷേ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്നും ഡിലൻ തോമസിനെക്കുറിച്ച് സംസാരിക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാലത്തെ അതിജീവിക്കാൻ കഴിയുന്നത്? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. കാരണം അദ്ദേഹം സംസാരിച്ചത് നമ്മളെല്ലാവരെയും ബാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. ജനനം, മരണം, സ്നേഹം, നാശം, ദൈവം, ചെകുത്താൻ, ഇങ്ങനെ വളരെ അടിസ്ഥാനപരമായ യൂണിവേഴ്സലായ ആശയങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയത്. അതുകൊണ്ടുതന്നെ ഏത് കാലത്തുള്ളവർക്കും അദ്ദേഹത്തിന്റെ കവിതകളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ നിലപാടിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈയൊരു വരി മാത്രം മതിയാവും. ജീവിതകാലം മുഴുവൻ മരണത്തെക്കുറിച്ച് എഴുതിയ ഒരാൾ ഇവിടെ മരണത്തെ നേർക്കുനേർ നിന്ന് വെല്ലുവിളിക്കുന്നു. ഒരുപക്ഷെ ഇതാണ് ഡിലൻ തോമസിന്റെ പാരമ്പര്യത്തിന്റെ കാതൽ. ഈ പ്രശസ്തമായ വരി ഒരു വെറും പ്രസ്താവനയല്ല, അതൊരു പ്രഖ്യാപനമാണ്.
മരണം ഒരു അവസാനമല്ല എന്ന വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. ജോൺ ഡണ്ണിനെപ്പോലുള്ള കവികളുടെ ഒരു തുടർച്ച പോലെ. സി.ബി. കോക്സ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കവിതകൾ തന്നെ മരണത്തോടുള്ള ഒരു ബോധപൂർവമായ വെല്ലുവിളിയായിരുന്നു. അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതം താറുമാറായിരുന്നു. ഒരുപാട് ദുരന്തങ്ങളുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ കല മരണത്തെ വെല്ലുവിളിച്ചു. അപ്പോൾ അവസാനം ആരാണ് ജയിച്ചത്? ജീവിതത്തിലെ പരാജയങ്ങളോ അതോ കലയുടെ അനശ്വരതയോ? ഒരുപക്ഷേ ഈ ചോദ്യത്തിന് ഒറ്റ ഉത്തരമില്ല. അതുതന്നെയാണ് ഡിലൻ തോമസിനെ ഇന്നും ഇത്രയേറെ പ്രസക്തനാക്കുന്നതും. നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഇംഗ്ലീഷ് കവിതയിൽ നടന്നൊരു വലിയ വിപ്ലവത്തെക്കുറിച്ചാണ്. കവിതയുടെ അതുവരെ ഉണ്ടായിരുന്ന എല്ലാ നിയമങ്ങളെയും പൊളിച്ചെഴുതിയൊരു മാറ്റം. എങ്ങനെയാണ് വിരസതയും സാധാരണ ജീവിതത്തിലെ മുഷിപ്പൻ നിമിഷങ്ങളുമൊക്കെ കവിതയിലെ ഏറ്റവും മനോഹരമായ വിഷയമായി മാറിയതെന്ന് നമുക്ക് നോക്കാം. ഒന്നാലോചിച്ചു നോക്കൂ. കവിത എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഭയങ്കര ഗംഭീരമായ കാര്യങ്ങളായിരിക്കും അല്ലേ? പക്ഷേ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലെ ബോറടിപ്പിക്കുന്ന നിമിഷങ്ങൾ, ചിലപ്പോൾ അലങ്കോലപ്പെട്ട ഒരു മുറി, ഇതിലൊക്കെ കവിതയുണ്ടാകുമോ? ഈ ഒരു ചോദ്യമാണ് ഒരു പുതിയ തലമുറയിലെ കവികൾ ചോദിച്ചത്. അവിടെ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ശരി, അപ്പോ ഈയൊരു വലിയ മാറ്റം വരുന്നതിനു മുൻപ് കവിതയുടെ അവസ്ഥ എന്തായിരുന്നു? പ്രധാനമായും 2 തരത്തിലുള്ള ശൈലികളാണ് അന്ന് കവിത ഭരിച്ചിരുന്നത്. ഇവയോടുള്ള ഒരു പ്രതികരണമായിട്ടാണ് പുതിയ കവികൾ വരുന്നത്. അപ്പോൾ സംഭവം എന്താന്ന് വെച്ചാൽ, കവിത സാധാരണക്കാർക്ക് തൊടാൻ പറ്റാത്ത ഒന്നായിരുന്നു. ഒരു സൈഡില് ടി.എസ്. എലിയറ്റിനെ പോലുള്ളവരുടെ കവിതകൾ. അത് വായിച്ചു മനസ്സിലാക്കണമെങ്കിൽ ഒരു ഡിക്ഷണറിയും കുറേ റെഫറൻസ് പുസ്തകങ്ങളും ഒക്കെ വേണ്ടിവരും. ഭയങ്കര അക്കാഡമിക്. ഇനി മറ്റേ സൈഡിലോ ഡിലൻ തോമസിനെ പോലുള്ളവർ. അവിടെ വാക്കുകളും വികാരങ്ങളും കൊണ്ടൊരു പ്രളയം തന്നെയായിരുന്നു. ഇതിനിടയിൽ ഒരു സാധാരണ മനുഷ്യന് ഒരിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഈയൊരു വാചകം കേട്ടാൽ മതി ആ പുതിയ തലമുറയ്ക്ക് പഴയ കവികളോട് എന്തുമാത്രം ദേഷ്യമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ. കിങ്സ്ലെ ആമിസിന്റെ ഈ വാക്കുകൾ അവരുടെ ആ ദേഷ്യവും നിരാശയുമെല്ലാം കൃത്യമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ ഇതിനൊരു മറുപടി വേണ്ടേ? അങ്ങനെയാണ് ഒരു കൂട്ടം ചെറുപ്പക്കാരായ എഴുത്തുകാർ പുതിയൊരു വഴി വെട്ടിത്തുറക്കാൻ തീരുമാനിച്ചത്. നമുക്ക് ആ വിപ്ലവത്തിലേക്ക് കടക്കാം. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞൊരു കാലം. ആ ഒരു സാമൂഹിക സാഹചര്യത്തിലാണ് ഇവർ വരുന്നത്. പഴയ രീതികളെല്ലാം അവർക്ക് ശരിക്കും മടുത്തിരുന്നു. അവർ പറഞ്ഞു, ഇനി ഇത് പറ്റില്ല. അവര് സ്വയം വിളിച്ച പേരാണ് ദ മൂവ്മെന്റ്. ഇതിന്റെ ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഈ മാറ്റം വന്നത് വളരെ പെട്ടെന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ. നോക്കൂ, 1954-ൽ ഒരു ലേഖനം വരുന്നു. 55 ആയപ്പോഴേക്കും ഒരു പുസ്തകമിറങ്ങുന്നു. 56-ൽ ന്യൂ ലൈൻസ് എന്ന പുസ്തകത്തോടെ ഈ ഗ്രൂപ്പ് അങ്ങുറപ്പിച്ചു. വെറും 2 കൊല്ലം കൊണ്ട് കവിതയുടെ ഗതി തന്നെ മാറി. ശരി, ഇവർക്കൊരു ഗ്രൂപ്പൊക്കെയുണ്ട്. പക്ഷേ എന്തായിരുന്നു ഇവരുടെ ഐഡിയോളജി? എന്തായിരുന്നു ഇവരുടെ പുതിയ നിയമങ്ങൾ? നമുക്ക് നോക്കാം. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം ഇതായിരുന്നു. കവി എന്ന് പറയുന്നത് ഒരു സൂപ്പർമാനൊന്നുമല്ല. അയാൾക്ക് പ്രത്യേക കഴിവുകളോ ദിവ്യശക്തിയോ ഒന്നുമില്ല. കവിയെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോലെ, നിങ്ങളെപ്പോലെ സാധാരണ, ചിലപ്പോൾ ബോറടിപ്പിക്കുന്ന ഒരു ജീവിതം ജീവിക്കുന്ന ഒരാളാണ്. അവർ കവിയെ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇത് ഏറ്റവും നന്നായി പറഞ്ഞത് ഫിലിപ്പ് ലാർക്കിൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കൂ. അതായത്, പഴയ കഥകളും പുരാണങ്ങളും ഒക്കെ വെച്ച് കവിത എഴുതുന്ന പരിപാടി വേണ്ട എന്നാണ് അദ്ദേഹം നേരെ പറയുന്നത്. ഇത് ടി.എസ്. എലിയറ്റിന്റെ മുഖത്തു നോക്കി പറയുന്ന പോലെ ഉണ്ടല്ലേ? അപ്പോ ചുരുക്കി പറഞ്ഞാൽ അവരുടെ നിയമങ്ങൾ ഇതൊക്കെയായിരുന്നു. വലിയ ഹീറോയിസം വേണ്ട, റൊമാൻസ് വേണ്ട, പകരം നല്ല സംശയവും കുറച്ച് പരിഹാസവും ഒക്കെയാവാം. വികാരങ്ങൾ വാരിവലിച്ചിടുന്നതിനോട് അവർക്ക് താൽപ്പര്യമില്ലായിരുന്നു. അവർക്ക് വേണ്ടത് വ്യക്തതയും ലോജിക്കുമായിരുന്നു. ഏറ്റവും പ്രധാനം, അവർക്ക് പ്രചോദനം കിട്ടിയത് മോഡേണിസ്റ്റുകളിൽ നിന്നല്ല, പിന്നെയോ 18-ാം നൂറ്റാണ്ടിലെ കവികളിൽ നിന്നായിരുന്നു. അങ്ങനെ നമ്മൾ ഈ ഗ്രൂപ്പിന്റെ ആശയങ്ങളിൽ നിന്ന് അതിന്റെ ഏറ്റവും വലിയ വക്താവിലേക്ക് വരികയാണ്, ഫിലിപ്പ് ലാർക്കിൻ. ഇതാണ് ഫിലിപ്പ് ലാർക്കിൻ. ഒരു ലൈബ്രറിയനായിരുന്നു. വളരെ ഒതുങ്ങിയ ഒരു ജീവിതം. പക്ഷേ അദ്ദേഹത്തിന്റെ കവിതകളാണ് ഈ പുതിയ മൂവ്മെന്റിന്റെ മുഖമായി മാറിയത്. അദ്ദേഹത്തിന്റെ ലക്ഷ്യം വളരെ സിമ്പിളായിരുന്നു. നമ്മുടെയൊക്കെ ഈ സാധാരണ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്ത ജീവിതമില്ലേ, അത് കവിതയ്ക്ക് പറ്റിയ വിഷയം മാത്രമല്ല, ഏറ്റവും സത്യസന്ധമായ വിഷയവും അതാണെന്ന് തെളിയിക്കുക. അതായിരുന്നു ലാർക്കിന്റെ മിഷൻ. അപ്പോ അദ്ദേഹം അത് എങ്ങനെയാണ് തെളിയിച്ചത്? നമുക്ക് അദ്ദേഹത്തിന്റെ കവിതകളിലെ വിഷയങ്ങളൊന്നു നോക്കാം. അപ്പോ കാര്യം മനസ്സിലാവും. അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കാണ് ടോഡ് വർക്ക്, അതായത് ചൊറിത്തവള ജോലി. എന്താണിത്? നമ്മളെല്ലാവരും ചെയ്യാൻ നിർബന്ധിതരായ വിരസമായ എന്നാൽ ഒഴിവാക്കാൻ പറ്റാത്ത ജോലികളില്ലേ, അതാണ് ഈ ടോഡ് വർക്ക്. ഇതിൽ നിന്നും ആർക്കും രക്ഷയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു.
അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ കേട്ടാൽ നിങ്ങൾ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടേക്കാം. കവിത എഴുതാൻ പറ്റിയ വിഷയങ്ങളാണോ ഇത് എന്ന് തോന്നും. ഉദാഹരണത്തിന്, ഒട്ടും രസമില്ലാത്ത സ്വന്തം കുട്ടിക്കാലം, ബോറടിപ്പിക്കുന്ന ജോലി, പഴയ ഒരു വാടകക്കാരന്റെ വൃത്തിയില്ലാത്ത മുറി, ആളൊഴിഞ്ഞ പള്ളിയിൽ വെറുതെ ഒന്ന് കയറി നോക്കുന്നത്, തീവണ്ടിയിലിരുന്ന് കല്യാണങ്ങൾ കാണുന്നത്, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ കവിതകൾ. അതിലൊരു മികച്ച ഉദാഹരണമാണ് മിസ്റ്റർ ബ്ലീനി എന്ന കവിത. അതിൽ അദ്ദേഹം ഒരാളുടെ ജീവിതം മുഴുവൻ പറയുന്നത് അയാൾ താമസിച്ചിരുന്ന ഒരു പഴയ, വില കുറഞ്ഞ വാടകമുറിയിലൂടെയാണ്. ആ മുറിയിൽ അയാൾ ഉപേക്ഷിച്ചുപോയ സാധനങ്ങൾ വെച്ച് അയാളുടെ ജീവിതം എത്രമാത്രം വിജയിച്ചു അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് ലാർക്കിൻ ചിന്തിക്കുകയാണ്. ഒരു മുറിയിൽ നിന്ന് ഒരു മനുഷ്യായുസ് മുഴുവൻ കാണുന്നു. അപ്പോൾ ഇതിന്റെയൊക്കെ ആകെത്തുക എന്താണ്? എന്തിനായിരുന്നു ഈ വിപ്ലവം? എന്തായിരുന്നു ഇതിന്റെ ഒരു ഇമ്പാക്റ്റ്? നമുക്ക് നോക്കാം. ഇവർ ചെയ്ത ഏറ്റവും വലിയ കാര്യം ഇതാണ്. കവിതയെ പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്ന് സാധാരണക്കാരന്റെ അടുത്തേക്ക് തിരികെ കൊണ്ടുവന്നു. നമ്മുടെയൊക്കെ സാധാരണ അനുഭവങ്ങളിലേക്ക് കവിതയെ എത്തിച്ചു. കവിതയെ ജനാധിപത്യവൽക്കരിച്ചു എന്ന് തന്നെ പറയാം. ഒരു നിരൂപകൻ പറഞ്ഞത് വളരെ ശരിയാണ്. ലാർക്കിന്റെ ചർച്ച് ഗോയിങ് എന്ന കവിതയിലെ നായകൻ ആ യുദ്ധം കഴിഞ്ഞ ഇംഗ്ലണ്ടിലെ സാധാരണക്കാരന്റെ തനിപ്പകർപ്പായിരുന്നു. അലസൻ, ദരിദ്രൻ, സംശയാലു, പ്രതീക്ഷയില്ലാത്തവൻ. പക്ഷേ അവൻ റിയലായിരുന്നു, ആ കാലഘട്ടത്തിന്റെ നേർചിത്രം. അപ്പോ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഇങ്ങനെ സാധാരണ കാര്യങ്ങളെക്കുറിച്ച് മാത്രം എഴുതി ദി മൂവ്മെന്റ് കവിതയുടെ ആകാശം ചെറുതാക്കുകയായിരുന്നോ? അതോ ആദ്യമായി കവിതയെ സത്യസന്ധമാക്കുകയായിരുന്നോ അവർ ചെയ്തത്? ഇതൊരു വലിയ ചോദ്യമാണല്ലേ? ഒരുപക്ഷെ അതിന്റെ ഉത്തരം ലാർക്കിന്റെ കവിതകൾ പോലെ തന്നെ അത്ര ലളിതമായിരിക്കില്ല. കൺഫെഷണൽ കവിതകൾ. ഈ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന മുഖം സിൽവിയ പ്ലാത്തിൻ്റേതായിരിക്കും, അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ നേരെ പോകുന്നത് ആ കവിതകളുടെ ലോകത്തേക്കാണ്. പ്ലാത്തിന്റെ അതീവ്രമായ വരികളുണ്ടല്ലോ, അത് പിടിച്ച് നമുക്കൊന്ന് സഞ്ചരിക്കാം. അപ്പോൾ ശരി, നമുക്ക് നേരെ ആ തീയിലേക്ക് തന്നെ ചാടിയാലോ? സിൽവിയ പ്ലാത്തിന്റെ കവിതകൾ, അതിനെ ഇത്രയേറെ പൊള്ളിക്കുന്ന, ഇത്ര തീവ്രമാക്കുന്ന ആ ഒരു വൈകാരികമായ കാതൽ, അതെന്താണ്? ശരിക്കും അവിടെ നിന്നാണ് നമ്മൾ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ തന്നെ ശബ്ദം കേട്ടു തുടങ്ങുന്നത്. ഈ വരികളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഷോക്ക് അടിക്കും, അല്ലേ? ഇതിൽ നിന്നാണ് നമ്മൾ പ്ലാത്തിന്റെ എഴുത്തിന്റെ ആ ഒരു ധൈര്യം മനസ്സിലാക്കേണ്ടത്. ഒരു മറയുമില്ലാതെ ഏറ്റവും ക്രൂരമായ ബിംബങ്ങൾ പോലും അവർക്കുപയോഗിക്കാൻ ഒരു മടിയുമുണ്ടായിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ ചില ചോദ്യങ്ങളൊക്കെ വരും, അല്ലേ? ഇതെന്ത് തരം കവിതയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെ എഴുതാൻ എന്തായിരിക്കും അവരെ പ്രേരിപ്പിച്ചത്? ഇതിന്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു? ഓക്കെ, നമുക്കതിലേക്കൊന്ന് ആഴ്ന്നിറങ്ങി നോക്കാം. അതായത് കവിത അതുവരെ പോയിരുന്ന ആ ഒരു പതിവ് വഴിയുണ്ടല്ലോ, അതൊക്കെ വിട്ട് തികച്ചും പേഴ്സണലായ ഒരു ലോകത്തേക്ക് ഒരു യൂ ടേൺ എടുത്ത ഒരു കാലമുണ്ടായിരുന്നു. അതാണ് ഈ കൺഫെഷണൽ കവിതകളുടെ വിപ്ലവം. അതിനു മുൻപ് നിലനിന്നിരുന്ന എല്ലാത്തിനെയും ഒരു തരത്തിൽ പൊളിച്ചെഴുതുകയായിരുന്നു അത്. നോക്കൂ, ഈ ഒരു താരതമ്യം കാണുമ്പോഴാണ് ആ മാറ്റം എത്ര വലുതായിരുന്നുവെന്ന് നമുക്ക് ക്ലിയറാവുന്നത്. ഒരു വശത്ത് ടി.എസ്. എലിയറ്റും എസ്രാ പൗണ്ടും. അവരുടെ കവിതകൾ ഭയങ്കര ബൗദ്ധികവും നിർവ്യക്തിപരവുമാണ്. എന്നാൽ മറുവശത്ത് റോബർട്ട് ലോവലും സിൽവിയ പ്ലാത്തും. അവരുടെ ലോകം തികച്ചും ആത്മകഥാപരവും വൈകാരികവുമാണ്. സംഭവിച്ചതിതാണ്, കവിതയുടെ ക്യാമറ അതുവരെ ഫോക്കസ് ചെയ്തിരുന്ന ആ യൂണിവേഴ്സലായ കാര്യങ്ങളിൽ നിന്ന് സൂമിൻ ചെയ്ത് നേരെ വ്യക്തിയുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഏതൊരു വിപ്ലവത്തിനും ഒരു തുടക്കം വേണമല്ലോ, അല്ലേ? ഇവിടെ ആ തുടക്കം കുറിച്ചതും 1959-ലാണ്. റോബർട്ട് ലോവലിന്റെ ലൈഫ് സ്റ്റഡീസ് എന്ന പുസ്തകം പുറത്തിറങ്ങിയ ആ നിമിഷം. ആ ഒരൊറ്റ പുസ്തകം കവിതയുടെ ചരിത്രത്തിൽ തന്നെ ഒരു വര വരച്ചു. ലൈഫ് സ്റ്റഡീസിന് മുമ്പ്, ലൈഫ് സ്റ്റഡീസിന് ശേഷം എന്ന് രണ്ടായിട്ട് തിരിച്ചു. അപ്പോൾ എന്താണ് ഈ കൺഫെഷണൽ കവിത എന്ന് നമുക്കൊന്ന് കൃത്യമായി നിർവചിക്കാം. ഈ പേര് ആദ്യമായി ഉപയോഗിച്ച നിരൂപകനാണ് എം.എൽ. റോസന്താൽ. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ, കവിയുടെ സ്വകാര്യ ജീവിതം, പ്രത്യേകിച്ച് അവരനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ കവിതയുടെ പ്രധാന വിഷയമായി മാറുന്നു. വളരെ സിമ്പിളാണ്. ആദ്യമായി കവിയുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം കവിതയുടെ സെൻട്രൽ സ്റ്റേജിലേക്ക് വന്നു. അപ്പോൾ ഈ കൺഫെഷൻ, അതായത് കുമ്പസാരമെന്ന വാക്കിന് ഇവിടെ വലിയൊരു പ്രാധാന്യമുണ്ട്. നിങ്ങൾ പള്ളിയിലെ കുമ്പസാരക്കൂടിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഏറ്റവും സ്വകാര്യമായ രഹസ്യങ്ങൾ, ഭയങ്ങൾ, നമ്മൾ ചെയ്ത തെറ്റുകൾ എല്ലാം തുറന്നു പറയുന്നു. അതുപോലെ തന്നെ ഈ കവികൾ അവരുടെ ഉള്ളിലുള്ളതെല്ലാം തുറന്നു പറഞ്ഞു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇതൊരു പുരോഹിതനോടായിരുന്നില്ല, മറിച്ച് ലോകം മുഴുവൻ കേൾക്കാൻ വേണ്ടി നമ്മളെപ്പോലെയുള്ള വായനക്കാരോടായിരുന്നു. ഓക്കെ, അപ്പോൾ അവർ സ്വന്തം ഉള്ളിലേക്ക് നോക്കി എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ എന്തൊക്കെ കാഴ്ചകളാണ് അവർ കണ്ടത്? എന്തൊക്കെയായിരുന്നു അവരുടെ കവിതകളിലെ പ്രധാന വിഷയങ്ങൾ?
കവികൾ യാത്ര ചെയ്ത ആ ഒരു ആന്തരിക തരിശുഭൂമിയിലൂടെ നമുക്കും ഒന്ന് സഞ്ചരിച്ചു നോക്കാം. നോക്കൂ, ഈ വിഷയങ്ങളിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഈ കവിതകളുടെ ലോകം എത്രമാത്രം ഡാർക്കാണെന്ന് നമുക്ക് മനസ്സിലാവും. മാനസിക തകർച്ചയിലേക്കുള്ള യാത്രകൾ, ബന്ധങ്ങളിലെ പരാജയങ്ങൾ, പിന്നെ ഈ ഫാദർ കോംപ്ലക്സ്, അച്ഛനോട് ഒരേ സമയം ആരാധനയും വെറുപ്പും തോന്നുന്ന ആ ഒരു അവസ്ഥ. ഇതിനൊക്കെ പുറമെ മാനസിക തകർച്ചയെക്കുറിച്ചുള്ള മറയില്ലാത്ത വിവരണങ്ങൾ, മരണത്തോടും ആത്മഹത്യയോടുമുള്ള ഒരു തരം ഭ്രമം. തീർച്ചയായും അത്ര സുഖകരമായ കാഴ്ചകളല്ല ഇവർ നമുക്ക് മുന്നിൽ തുറന്നുവച്ചത്. അപ്പോൾ ഒരു ചോദ്യം വരും, ഇത്ര ആഴത്തിൽ സ്വന്തം ഉള്ളിലേക്ക് പോകാൻ ഇവരെ സഹായിച്ച ടൂൾ എന്തായിരുന്നു? അതിൻ്റെ ഉത്തരം സൈക്കോ അനാലിസിസ് എന്നാണ്. 20-ാം നൂറ്റാണ്ടിൽ ഫ്രോയിഡിൻ്റെയൊക്കെ സിദ്ധാന്തങ്ങളിലൂടെ അത് വളരെ പോപ്പുലറായിരുന്നല്ലോ. സ്വന്തം മനസ്സിനെ കീറിമുറിച്ച് പരിശോധിക്കാൻ ഒരു സർജന് കത്രികയും കത്തിയുമൊക്കെ പോലെയായിരുന്നു ഈ കവികൾക്ക് സൈക്കോ അനാലിസിസിൻ്റെ ആശയങ്ങൾ. ഇപ്പോൾ ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ തുടങ്ങിയത് സിൽവിയ പ്ലാത്തിൽ നിന്നാണല്ലോ. നമുക്ക് പ്ലാത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതുവരെ പറഞ്ഞ ഈ കൺഫെഷണൽ കവിതകളുടെ എല്ലാ പ്രത്യേകതകളും ഏറ്റവും തീവ്രമായി, ഏറ്റവും ശക്തമായി പ്രതിഫലിച്ചത് പ്ലാത്തിൻ്റെ കവിതകളിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട ആ വിഷയങ്ങളുടെ ലിസ്റ്റ് ഓർമ്മയില്ലേ? അതിലൊന്നായിരുന്നു ഫാദർ കോംപ്ലക്സ്. സിൽവിയ പ്ലാത്തിൻ്റെ ജീവിതത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. കാരണം അവർക്ക് വെറും 8 വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ഓട്ടോ പ്ലാത്ത് മരിക്കുന്നത്. ആ മരണം പ്ലാത്തിനെ വല്ലാതെ വേട്ടയാടി. പിന്നീട് അവരുടെ കവിതകളിലുടനീളം ആ അച്ഛൻ്റെ രൂപം ഒരു ദൈവത്തെപ്പോലെ, ചിലപ്പോഴൊരു ഭീകരനെപ്പോലെ, ഒരു വലിയ നിഴലായി നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാം. അവരുടെ ആദ്യകാല കവിതകളിലൊന്നായ ദ കൊളോസസ് ഒരു നല്ല ഉദാഹരണമാണ്. അതിൽ അച്ഛൻ തകർന്നുപോയ ഒരു ഭീമാകാരമായ പ്രതിമയാണ്. ആ പ്രതിമയെ വൃത്തിയാക്കാനും പുനഃസ്ഥാപിക്കാനും ശ്രമിക്കുന്ന, വിലപിക്കുന്ന ഒരു ഉറുമ്പായാണ് പ്ലാറ്റ് സ്വയം കാണുന്നത്. ആലോചിച്ചു നോക്കൂ, 30 വർഷമായി നിന്റെ തൊണ്ടയിലെ ചെളി കോരിയെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് അവർ പറയുന്നു. സ്നേഹവും ആരാധനയും ഒപ്പം ആ വലിയ രൂപത്തിനു മുന്നിലെ നിസ്സഹായതയും എല്ലാം ആ വരികളിലുണ്ട്. എന്നാൽ പ്ലാത്തത്തിന്റെ അവസാനകാലം എഴുതിയ ഡാഡി എന്ന കവിതയിലേക്ക് വരുമ്പോൾ ഈ ഭാവം മുഴുവനായി മാറുന്നുണ്ട്. അവിടെ ആരാധനയല്ല, മറിച്ച് കത്തുന്ന ദേഷ്യവും വെറുപ്പുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സൈക്കോ അനാലിസിസിലെ ഇലക്ട്ര കോംപ്ലക്സ് എന്ന ആശയം ഉപയോഗിച്ച് അച്ഛൻ്റെ ഓർമ്മയെ എന്നേക്കുമായി കൊന്നൊടുക്കാൻ നടത്തുന്ന ഒരുതരം ആഭിചാര കർമ്മം പോലെയാണ് ആ കവിത. അഭിനയിച്ചു തീർക്കേണ്ട ഭയാനകമായ ഒരു ചെറിയ നീതികഥ എന്നാണ് അവർ അതിനെ വിശേഷിപ്പിക്കുന്നത്. അച്ഛൻ്റെ ഓർമ്മകൾ പോലെ തന്നെ പ്ലാത്തിനെ വേട്ടയാടിയ മറ്റൊരു കാര്യമായിരുന്നു മരണവും ആത്മഹത്യയും. അവരുടെ ഒരുപാട് കവിതകളിൽ ഈ വിഷയം കടന്നു വരുന്നുണ്ട്. പക്ഷെ അതിലേറ്റവും പ്രശസ്തമായത് ഒരുപക്ഷേ ലേഡി ലാസറസ് ആയിരിക്കും. ഈ കവിതയിൽ പ്ലാത്ത് ചെയ്യുന്നത് ശരിക്കും അത്ഭുതകരമായൊരു കാര്യമാണ്. അവർ തൻ്റെ ആത്മഹത്യാശ്രമങ്ങളെ ഒരു പെർഫോമൻസാക്കി മാറ്റുകയാണ്. ഓരോ 10 വർഷം കൂടുമ്പോഴും താൻ മരിക്കുകയും എന്നിട്ട് ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്ന ഫീനിക്സ് പക്ഷിയെപ്പോലെ പുനർജനിക്കുകയും ചെയ്യുമെന്നവർ പറയുന്നു. സ്വന്തം വേദനയും അതിജീവനത്തെയും ഭയാനകമായൊരു കലാരൂപമാക്കി മാറ്റുകയാണ് പ്ലാത്ത് ഇവിടെ ചെയ്യുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അധികാരമാണ്. അച്ഛനായാലും ഭർത്താവായാലും പ്ലാത്തിൻ്റെ കവിതകളിലെ സ്ത്രീ എപ്പോഴും ഒരു പുരുഷശക്തിക്ക് കീഴിൽ ഞെരിഞ്ഞമരുന്നതായി കാണാം. ഒരു വശത്ത് ഇരയും മറുവശത്ത് മർദ്ദകനും. ഈയൊരു പവർ സ്ട്രഗിൾ, ഈ അധികാര വടംവലി അവരുടെ കവിതകളിലെ ഒരു സ്ഥിരം പ്രമേയമാണ്. പക്ഷേ പർദ്ദ പോലുള്ള അവസാന കരുതുകളിലേക്കെത്തുമ്പോൾ ഈ ഇരയുടെ ഭാവം മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുവരെ മൂടുപടത്തിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന സ്ത്രീ പെട്ടെന്നൊരു സിംഹിയായി രൂപാന്തരപ്പെടുന്നു. അതൊരു വെറും മാറ്റമല്ല, അതൊരു വിമോചന പ്രഖ്യാപനമാണ്. എല്ലാം തകർത്തെറിയാനുള്ള ഒരു തുടക്കമാണ്. അപ്പോൾ ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം തോന്നാം. ഇത് വെറും സ്വന്തം കാര്യങ്ങൾ എഴുതിവെക്കുന്ന പോലെയല്ലേ, ഒരു ഡയറി കുറിപ്പ് പോലെയല്ലേ? സ്വന്തം വേദനയെക്കുറിച്ച് ഇങ്ങനെ തുറന്നെഴുതുന്നത് എങ്ങനെയാണ് മഹത്തായ ഒരു കലയാകുന്നത്? അതായത് ഒരാളുടെ സ്വകാര്യ ദുഃഖം എങ്ങനെയാണ് ലോകം മുഴുവൻ ഏറ്റെടുക്കുന്ന ഒരു യൂണിവേഴ്സൽ അനുഭവമായി മാറുന്നത്? അതിൻ്റെ ഉത്തരം അവരുപയോഗിച്ച ചില കാവ്യപരമായ തന്ത്രങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഞാനെന്ന് പറഞ്ഞ് കവിത തുടങ്ങുന്നത് തന്നെയാണ്. അങ്ങനെ പറയുമ്പോൾ അത് കവിയുടെ മാത്രം കഥയല്ലാതായി മാറുന്നു. അത് കേൾക്കുന്ന, വായിക്കുന്ന നമ്മുടേത് കൂടിയായിത്തീരുന്നു. രണ്ടാമതായി, അവർ സ്വന്തം അനുഭവങ്ങളെ ഇലക്ട്രെ എപ്പോഴുള്ള പുരാണ കഥാപാത്രങ്ങളുമായി ബന്ധിപ്പിച്ചു. അപ്പോൾ അതിനൊരു സാർവത്രികമായ മാനം കിട്ടി. മൂന്നാമത്തെ കാര്യം, ഇത് വളരെ പ്രധാനമാണ്. പ്ലാത്ത് ചെയ്തതുപോലെ സ്വന്തം വേദനയെ ഹോളോകോസ്റ്റ് പോലുള്ള വലിയ ചരിത്ര ദുരന്തങ്ങളുമായി ചേർത്തുവെക്കുക. അപ്പോൾ ആ സ്വകാര്യ വേദനയ്ക്ക് ഒരു വലിയ ക്യാൻവാസ് ലഭിക്കും. അതുകൊണ്ടുതന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇത് വെറുമൊരു ഡയറി കുറിപ്പല്ല. ഈ പറഞ്ഞ തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ കവി തനിക്കും തന്റെ വേദനയ്ക്കും വായനക്കാരനുമിടയിൽ കൃത്യമായൊരു അകലം സൃഷ്ടിക്കുന്നുണ്ട്. ആ അകലമുള്ളതുകൊണ്ട് ആത്മകഥയൊരു ആചാരമായി മാറുന്നു. സ്വന്തം ഉള്ളിലെ ദുർഭൂതങ്ങളെ പുറത്താക്കാൻ നടത്തുന്ന ഒരുതരം എക്സോർസിസം പോലെ.
അപ്പോൾ സിൽവിയ പ്ലാറ്റിന്റെയും ഈ കൺഫെഷണൽ കവികളുടെയും തീവ്രമായ ലോകത്തുനിന്ന് നമ്മൾ തിരികെ വരുമ്പോൾ ഒരു വലിയ ചോദ്യം ബാക്കിയാവുന്നുണ്ട്. യഥാർത്ഥ വേദനയിൽ നിന്ന്, ആഴത്തിലുള്ള മുറിവുകളിൽ നിന്ന് ജനിക്കുമ്പോഴാണോ കല ഏറ്റവും ശക്തവും സത്യസന്ധവുമാവുന്നത്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരുമിച്ച് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നത് വളരെ ലളിതമെന്ന് തോന്നുമെങ്കിലും ഒരുപാട് ആഴങ്ങളുള്ളൊരു ചോദ്യത്തിനാണ്. ആ ചോദ്യം ഇതാണ്: എന്താണ് കവിത? അപ്പോൾ ഇതാണ് നമ്മുടെ മുന്നിലുള്ള വലിയ ചോദ്യം. ഒരുപാട് പ്രമുഖ ചിന്തകരും എഴുത്തുകാരും ഇതിനൊരുത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സ്നൈജ്. അപ്പോൾ നമുക്ക് അവരുടെയൊക്കെ കാഴ്ചപ്പാടുകളിലൂടെ ഒന്ന് സഞ്ചരിച്ച് ഈ ചോദ്യത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഒരു കവിതയെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ അടിസ്ഥാനം തൊട്ട് തുടങ്ങണം. അതായത് അത് നിർമ്മിച്ചിരിക്കുന്ന ഇഷ്ടികകളിൽ നിന്ന്, വാക്കുകളിൽ നിന്ന്. ഈ എന്ന വാക്ക് നോക്കൂ. ഇതുപോലെയുള്ള ഏറ്റവും സാധാരണ വാക്കുകളിൽ നിന്നാണ് ഏതൊരു വലിയ ആശയവും രൂപം കൊള്ളുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഇതുപോലൊരു വാക്കിന് ഒരുപക്ഷെ വലിയ അർത്ഥമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ചിന്തകരും കവികളും എങ്ങനെയാണ് ഇവയൊക്കെ ഒരുമിച്ച് ചേർത്ത് ശക്തമായ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നത് എന്ന് കാണുമ്പോഴാണ് ശരിക്കും കൗതുകം. ഈ ആൻഡ് എന്ന വാക്കുപോലെ, വാക്കുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പോലെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നതും അതുതന്നെയാണ്. കവിതയെക്കുറിച്ചുള്ള പല പല ചിന്തകരുടെ ആശയങ്ങളെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഇതിനെ ഒരു തരം സിംപോസിയം എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഇത്രയും കാഴ്ചപ്പാടുകൾ ഒരുമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം, അല്ലേ? ശരി. അപ്പോൾ നമ്മുടെ ഈ അന്വേഷണത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട തിയറിയിലേക്ക് കടക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഡോക്ടർ സാമുവൽ ജോൺസന്റെ കാഴ്ചപ്പാടാണ്. ഭാവനയെ യുക്തിയുടെ സഹായത്തിനായി വിളിച്ച് ആനന്ദത്തെ സത്യവുമായി സംയോജിപ്പിക്കുന്ന കലയാണ് കവിത. ഇതാണ് ഡോക്ടർ ജോൺസന്റെ വളരെ പ്രശസ്തമായ ആ നിർവചനം. ഇതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടല്ലേ. ഒന്ന് ആനന്ദം, രണ്ട് സത്യം. നമുക്കിത് ഓരോന്നായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആനന്ദം എന്താണെന്ന് നോക്കാം. ഇവിടെ ആനന്ദമെന്ന് പറയുമ്പോൾ അതൊരു സാധാരണ സന്തോഷമോ നേരം പോക്കുവോ അല്ല. മറിച്ച് ഒരു കലാസൃഷ്ടി കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകതരം ആസ്വാദനമല്ലേ. ആ ഒരു സൗന്ദര്യാത്മക സംതൃപ്തിയാണ് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം, സത്യം. എന്താണീ സത്യം? അത് കവിതയുടെ കാതലായ ആശയമാണ്. അത് നമുക്ക് തരുന്ന സന്ദേശമാണ്. മാത്യു അർണോൾഡ് ഇതിന് വിശേഷിപ്പിച്ചത് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിമർശനമെന്നാണ്. മരണം ഇത്രയധികം പേരെ ഇല്ലാതാക്കിയെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ടി.എസ്. എലിയറ്റിന്റെ ഈ വരികൾ നോക്കൂ. ആനന്ദവും സത്യവും എങ്ങനെയാണ് ഒരുമിച്ച് വരുന്നതെന്നതിന് ഇതൊരു മികച്ച ഉദാഹരണമാണ്. ലണ്ടൻ ബ്രിഡ്ജിലൂടെ ഒഴുകുന്ന ആൾക്കൂട്ടത്തെക്കുറിച്ചുള്ള ആ ചിത്രം നമുക്ക് വല്ലാത്തൊരു വായനാനുഭവം തരുന്നു. അതാണ് ആനന്ദം. അതേസമയം ആധുനിക ജീവിതത്തിന്റെ ഒരു തരം ശൂന്യതയെക്കുറിച്ചുള്ള സത്യവും ഈ വരികളിലുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഈ പറയുന്ന സത്യം എപ്പോഴും യുക്തിക്ക് നിരക്കുന്ന ഒന്നാവണമെന്നില്ല. ചില സമയങ്ങളിൽ അത് തികച്ചും വൈകാരികമായിരിക്കും. ഒരു വികാരത്തിന്റെ സത്യമെന്ന് വേണമെങ്കിൽ പറയാം. ഡോവർ ബീച്ച് പോലുള്ള കവിതകൾ ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. അപ്പോൾ കവിത ഇത്രയും സങ്കീർണമാണെങ്കിൽ അടുത്തൊരു ചോദ്യം സ്വാഭാവികമായും വരും. ആരാണ് ഇതിന് വിലയിരുത്താൻ ഏറ്റവും യോഗ്യതയുള്ള ആൾ? കവികളാണോ അതോ വിമർശകരോ? കവികൾ തന്നെ വിമർശകരാവുന്നതിന് അനുകൂലിക്കുന്നവർ പറയുന്നൊരു പ്രധാന കാര്യമുണ്ട്. അതായത് ഒരു കവിത എങ്ങനെയാണോ ഉണ്ടാകുന്നത്, അതിൻ്റെ നിർമ്മാണ പ്രക്രിയ എന്താണ് എന്നതിനെക്കുറിച്ച് അവർക്ക് നേരിട്ട് അറിയാമല്ലോ. അപ്പോൾ അവർക്കൊരു പ്രത്യേക ഉൾക്കാഴ്ച നൽകാൻ കഴിയും. പക്ഷേ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഒരു കവിക്ക് അവരുടേതായ ഒരു ശൈലിയും ഇഷ്ടങ്ങളും ഉണ്ടാകും. അപ്പോൾ അവരുടെ രീതിയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കൃതിയെ വിലയിരുത്തുമ്പോൾ അവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ ഒരു പരിമിതിയായി മാറിയേക്കാം. ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. രണ്ട് മഹാനായ കവികൾ, ബൈറണും കീറ്റ്സും. ബൈറൺ കീറ്റ്സിന്റെ കവിതയെ കളിയാക്കി പറയുന്നത് കോക്നി ഭാഷയും നാട്ടുപുറവും കൊണ്ട് നശിപ്പിച്ചു എന്നാണ്. തിരിച്ച് കീറ്റ്സ് ബൈറന്റെ കവിതയെ പൊള്ളയായ കവിത എന്നും വിളിച്ചു. കണ്ടില്ലേ, പ്രശസ്തരായ കവികൾ പോലും പരസ്പരം കൃതികളെ എങ്ങനെയാണ് തള്ളിക്കളഞ്ഞെന്ന് നോക്കൂ. അപ്പോൾ ഈ ചർച്ച നമ്മളെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആരാണ് വിമർശകൻ എന്നതിനേക്കാൾ പ്രധാനം അവരെന്താണ് വിലയിരുത്തേണ്ടത് എന്നതാണ്. കവിതയുടെ വിഷയമാണോ അതോ അത് എഴുതിയിരിക്കുന്ന രീതിയാണോ കൂടുതൽ പ്രധാനം? ഒന്നും വിഷയത്തെ ആശ്രയിക്കുന്നില്ല, എല്ലാം വിഷയത്തിന്റെ അവതരണത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇതൊരു വളരെ ശക്തമായ വാദമാണ്. അതായത് കവിതയുടെ വിഷയം എന്തുമായിക്കോട്ടെ, അതെങ്ങനെ അവതരിപ്പിച്ചു എന്നതിലാണ് കാര്യം. വിഷയം തന്നെ അപ്രസക്തമാണെന്ന് വരെ ഈ വാദം പറയുന്നു. പക്ഷേ അതങ്ങട്ട് മുഴുവനായിട്ട് സമ്മതിക്കാൻ പറ്റോ? വിഷയം ഒട്ടും പ്രധാനപ്പെട്ടതല്ല എന്ന് പറയാൻ കഴിയോ? നമുക്കിതിന്റെ മറുവശം കൂടിയൊന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ അവതരണം വിഷയത്തിന് ചേർന്നതായിരിക്കണം. ഈ രണ്ട് കവികളെ നോക്കൂ. വേർഡ്സ്വർത്തിന്റെ കവിതകളിലെ ഗ്രാമീണ ലാളിത്യവും ശാന്തതയും,
അതിന് ചേർന്നൊരു ശൈലിയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. എന്നാൽ ടെഡ് ഹ്യൂസിന്റെ കവിതകളിലെ പ്രകൃതി വളരെ തീവ്രമാണ്, ചിലപ്പോൾ അക്രമാസക്തമാണ്. അപ്പോൾ അതിന് വേറൊരു ശൈലി വേണം. അതായത് വിഷയം തന്നെയാണ് ഒരു പരിധിവരെ ശൈലിയെ നിർണ്ണയിക്കുന്നത്. ശരി, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ എല്ലാം അപ്പുറത്തുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. എല്ലാ നിയമങ്ങൾക്കും വിശകലനങ്ങൾക്കും അപ്പുറം നിൽക്കുന്ന ഒന്നിനെക്കുറിച്ച്. ഒരു വിമർശകന് വസ്തുതകളെക്കുറിച്ച് വളരെ വികസിതമായ ഒരു ബോധമുണ്ടായിരിക്കണം. ഈ ആശയം വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അതായത് നല്ലൊരു വിമർശനത്തിന് എപ്പോഴും വസ്തുതകളുടെ ഒരു അടിത്തറ വേണം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഈ വസ്തുതകൾക്ക് നമ്മളെ ഒരു ദൂരം വരെ മാത്രമേ കൊണ്ടുപോകാൻ കഴിയൂ. അതിന്റെ അപ്പുറം നമുക്ക് പൂർണ്ണമായി വിശകലനം ചെയ്യാൻ കഴിയാത്ത എന്തോ ഒന്ന് ഓരോ കലാസൃഷ്ടിയിലുമുണ്ട്. ലോകത്തെ എല്ലാ സംസ്കാരങ്ങളും ഈ ഒരു വിശദീകരിക്കാനാവാത്ത ശക്തിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഗ്രീക്കുകാർ അതിനെ മ്യൂസുകൾ എന്ന് വിളിച്ചു. നമ്മുടെ നാട്ടിൽ സരസ്വതി എന്ന് പറയുന്നു. ചിലരതിനെ സർഗാത്മക ഭാവനയെന്നോ പ്രചോദനമെന്നോ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിയുടെ ആത്മാവെന്നോ ഒക്കെ വിളിക്കുന്നു. പേരെന്തു തന്നെയായാലും ആ അനിർവചനീയമായ തീപ്പൊരി, അതാണ് കാര്യം. അപ്പോൾ നമ്മുടെ ഈ അന്വേഷണം നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഈ ഒരു വലിയ ചോദ്യത്തിനു മുന്നിലാണ്. കലയുടെ ആ വിശദീകരിക്കാനാവാത്ത ചൈതന്യത്തെ, അതിന്റെ ആത്മാവിനെ നമുക്ക് എങ്ങനെയാണ് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിയുക? ഒരുപക്ഷേ ചില ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരങ്ങളെക്കാൾ ഭംഗി ആ ചോദ്യങ്ങൾ തന്നെയായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. പുസ്തകങ്ങൾ വായിക്കാൻ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ? പക്ഷേ ആ ഇഷ്ടപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് ഒരു ഉപന്യാസം എഴുതാൻ പറഞ്ഞാലോ? അപ്പോൾ പലർക്കും അതൊരു തലവേദനയാണ്. പേടിക്കേണ്ട, നിങ്ങളുടെ വായനയോടുള്ള ഇഷ്ടം അടിപൊളി എഴുത്തായി മാറ്റാൻ സഹായിക്കാനാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഒരു പ്രമുഖ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി ഗൈഡിനെ അടിസ്ഥാനമാക്കി സാഹിത്യ ഉപന്യാസങ്ങൾ എങ്ങനെ ഈസിയായി എഴുതാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്കും ഈ പ്രശ്നം തോന്നിയിട്ടുണ്ടോ? വായിക്കാൻ നല്ല ഇഷ്ടമാണ്, പക്ഷെ അതേപ്പറ്റി എഴുതാൻ പറഞ്ഞാൽ ഒരു മടി. ഇത് സാഹിത്യം ഇഷ്ടപ്പെടുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളും നേരിടുന്ന ഒരു കാര്യമാണ്. പക്ഷെ വിഷമിക്കേണ്ട, അതിനൊരു പരിഹാരമുണ്ട്. അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം ഒരു സാധാരണ വായനക്കാരൻ എന്ന നിലയിൽ നിന്ന് ഒരു മികച്ച സാഹിത്യ വിമർശകൻ എന്ന ലെവലിലേക്ക് എങ്ങനെ എത്താമെന്ന് നോക്കും. പിന്നെ ഉപന്യാസങ്ങളുടെ 3 പ്രധാന രീതികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കും. വിഷയത്തിനനുസരിച്ച് എഴുത്തിൽ എന്ത് മാറ്റങ്ങൾ വരണം, പരീക്ഷയെ പേടിയില്ലാതെ എങ്ങനെ നേരിടാം, പിന്നെ വിജയത്തിനുള്ള ഒരു കിടിലൻ ഫോർമുല. ഈ സ്റ്റെപ്പുകൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് എഴുത്തിൽ നല്ല കോൺഫിഡൻസ് വരും, ഉറപ്പ്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഒരു കൃതിയെ വെറുതെ വായിച്ചു പോകുന്നതിൽ നിന്ന് അതിനെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തുന്നത്? അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇനി നമ്മളീ പറയാൻ പോകുന്ന ടിപ്സൊക്കെ എവിടെന്നാണെന്നല്ലേ? ഇത് വെറുതെ പറയുന്നതല്ല. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ MA ഇംഗ്ലീഷ് വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയ ഒരു സ്റ്റഡി ഗൈഡിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അതായത് ഇത് അക്കാദമികമായി അംഗീകരിച്ച വളരെ പ്രയോജനകരമായ വിവരങ്ങളാണെന്ന് സാരം. നമ്മൾ സാധാരണ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴോ ഒരു കവിതയെപ്പറ്റി അഭിപ്രായം പറയും, അല്ലെങ്കിൽ ചെറിയ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതും, അത്രയേ ഉള്ളൂ. പക്ഷെ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലേക്ക് വരുമ്പോഴോ കഥ ആകെ മാറും. അവിടെ ഒരു കവിതയെക്കുറിച്ച് മാത്രമല്ല, ഒരു സാഹിത്യ പ്രസ്ഥാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കവിയെക്കുറിച്ചോ 2500-3000 വാക്കുകളിലൊക്കെ എഴുതേണ്ടി വരും. ആ ഒരു മാറ്റം നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്കാണ് കടക്കുന്നത്. നിങ്ങൾ എഴുതേണ്ടി വരുന്ന ഉപന്യാസങ്ങളെ പ്രധാനമായും 3ആയി തിരിക്കാം. അത് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ പകുതി ജോലി കഴിഞ്ഞു. ഇതൊന്ന് ഓർത്തു വയ്ക്കാനൊരു എളുപ്പവഴിയുണ്ട്. നമുക്കിതിനെ 3 ലെൻസുകൾ എന്ന് വിളിക്കാം. ഒരു ക്യാമറയിൽ ലെൻസ് മാറുമ്പോൾ കാഴ്ച മാറുന്നില്ലേ? അതുപോലെ തന്നെ ഓരോ വിഷയത്തിനും ഓരോ തരം ലെൻസ് ഉപയോഗിച്ച് നമുക്കതിനെ ശരിയായ രീതിയിൽ സമീപിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ലെൻസ് വൈഡ് ആംഗിൾ. പേര് കേൾക്കുമ്പോഴേ അറിയാമല്ലോ, വളരെ വിശാലമായ ഒരു കാഴ്ചയാണ്. ഇവിടെ ഒരു കവിതയെപ്പറ്റി മാത്രമല്ല നമ്മൾ സംസാരിക്കുന്നത്, മറിച്ചൊരു സാഹിത്യ പ്രസ്ഥാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെക്കുറിച്ചോ ആണ്. ഉദാഹരണത്തിന് വിക്ടോറിയൻ കാലഘട്ടത്തിലെ കവിതകളെക്കുറിച്ച് എഴുതുമ്പോൾ അന്നത്തെ ചരിത്രവും രാഷ്ട്രീയവും സംസ്കാരവും ഒക്കെ നമ്മുടെ എഴുത്തിൽ വരണം. അടുത്തത് സൂം ലെൻസ്. ഇവിടെ നമ്മൾ കാഴ്ച ഒന്നുകൂടി അടുപ്പിക്കുകയാണ്. ഒരു കവിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ സ്റ്റഡി ഗൈഡ് പ്രകാരം അതൊരു ബ്രിട്ടീഷ് കവി ആയിരിക്കണം. അതായത് ചോസർ, ഡൺ അല്ലെങ്കിൽ മിൽട്ടൺ പോലുള്ള കവികൾ. അവരുടെ കവിതകളിലെ ഏതെങ്കിലും ഒരു പ്രത്യേക തീം, ഉദാഹരണത്തിന് ബ്രൗണിങ്ങിന്റെ പ്രണയ കവിതകൾ എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ നമുക്ക് എഴുതാം. ഇനി 3ാമത്തെ ലെൻസ് മൈക്രോസ്കോപ്പ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും സൂക്ഷ്മമായി കാര്യങ്ങൾ നോക്കുന്നത്. ഒരൊറ്റ കവിത എടുത്ത് കീറിമുറിച്ച് പരിശോധിക്കുന്ന പോലെ അതിലെ ഓരോ വാക്കും ബിംബവും അലങ്കാരവും നമ്മൾ വിശകലനം ചെയ്യും. പക്ഷേ ഇവിടെ ഏറ്റവും വലിയൊരു മുന്നറിയിപ്പുണ്ട്. സ്വന്തം വാക്കുകൾ എഴുതുക. ഗൈഡുകളിൽ നിന്നും മറ്റും അതേപടി പകർത്തിയാൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയും. ഇനി പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഉപന്യാസത്തിന്റെ തലക്കെട്ടിലെ ഒരു വാക്ക് മാറിയാൽ മതി നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ മുഴുവനായിട്ടും മാറും. അതെങ്ങനെയാണെന്ന് നോക്കാം.
ഈ രണ്ട് വിഷയങ്ങൾ നോക്കിയേ. ഒന്ന്, മെറ്റാഫിസിക്കൽ കവികൾ. രണ്ട്, മെറ്റാഫിസിക്കൽ കവിതയുടെ പ്രധാന സവിശേഷതകൾ. കേൾക്കാൻ ഒരുപോലെ തോന്നുമെങ്കിലും രണ്ടും രണ്ടാണ്. ആദ്യത്തെ വിഷയത്തിൽ നമ്മൾ ആ കവികളെപ്പറ്റിയാണ് എഴുതേണ്ടത്, ഡാൺ, ഹെർബർട്ട്, മാർവെൽ, അവരെപ്പറ്റി. പക്ഷെ രണ്ടാമത്തെ വിഷയത്തിലോ, അവിടെ കവികളല്ല പ്രധാനം, ആ കവിതകളുടെ പൊതുവായ സ്വഭാവം അല്ലെങ്കിൽ സവിശേഷതകളാണ്. കണ്ടില്ലേ, ആ ഒരൊറ്റ വാക്ക് വിഷയത്തിന്റെ ഫോക്കസ് തന്നെ മാറ്റിമറിച്ചു. അപ്പോ എന്താണ് ഈ സവിശേഷത? അതിനൊരു ഉദാഹരണമാണ് മെറ്റഫിസിക്കൽ കൺസീറ്റ്, അതായത് ഒട്ടും ചേരാത്ത രണ്ട് കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത്. ജോൺ ഡണ്ണിന്റെ ഈ വരികൾ കേട്ടാൽ സംഭവം പിടികിട്ടും. പോയി ഒരു നക്ഷത്രം വീഴുന്നത് പിടിക്കൂ എന്നൊക്കെ പറയുന്നത് പോലെ അസാധ്യമായ കാര്യങ്ങൾ. ഇങ്ങനെയുള്ള അതിശയിപ്പിക്കുന്ന താരതമ്യങ്ങളാണ് ഈ കവിതകളുടെ ഒരു പ്രത്യേകത. ഇതുപോലെ തന്നെ വേറൊരു സവിശേഷതയാണ് അതിലെ നാടകീയത. ജോർജ് ഹെർബർട്ടിന്റെ ദ പുളി എന്ന കവിതയിൽ ദൈവം സംസാരിക്കുന്നത് ഒരു ശാസ്ത്രജ്ഞനെ പോലെയാണ്. ഒരു ഗ്ലാസ് നിറയെ അനുഗ്രഹങ്ങൾ അടുത്തുവെച്ച് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന ആ ഒരു രംഗം ഓർത്തുനോക്കൂ. ആ ഒരു നാടകീയമായ തുടക്കം തന്നെ കവിതയ്ക്കൊരു പ്രത്യേക ഫീല് കൊടുക്കുന്നുണ്ട്. ശരി, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു. ഇനി നേരെ എക്സാം ഹാളിലേക്ക്. പരീക്ഷയിൽ സ്ഥിരമായി വരുന്ന ഒരു ചോദ്യമുണ്ട്, റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സന്ദർഭം വിശദീകരിക്കുക. ഇതിന് ഫുൾ മാർക്ക് വാങ്ങാൻ ഒരു 6 സ്റ്റെപ്പ് ഫോർമുലയുണ്ട്. ഈ റെഫറൻസ് ടു കോണ്ടെക്സ്റ്റ് ചോദ്യം പലർക്കും ഒരു പേടി സ്വപ്നമാണ്. പക്ഷേ ഈ 6 കാര്യങ്ങൾ ഓർത്തുവെച്ചാൽ മതി. വളരെ എളുപ്പമാണ്. ഓരോന്നിനും എത്ര മാർക്കാണെന്ന് വരെ ഈ ഗൈഡിൽ പറയുന്നുണ്ട്. സ്റ്റെപ്പ് 1, കവിയുടെയും കവിതയുടെയും പേര് പറയുക. അതിന് കിട്ടും 1 മാർക്ക്. സ്റ്റെപ്പ് 2, ഏത് സന്ദർഭത്തിലാണ് ഈ വരികൾ വരുന്നതെന്ന് വിശദീകരിക്കുക. 2 മാർക്ക്. സ്റ്റെപ്പ് 3, ആ വരികളുടെ അർത്ഥം പറയുക. വീണ്ടും 2 മാർക്ക്. സ്റ്റെപ്പ് 4, ഈ വരികൾ കവിതയുടെ മൊത്തം ആശയവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കാണിക്കുക. അതിനും 2 മാർക്ക്. സ്റ്റെപ്പ് 5, അതിലെ സാഹിത്യപ്രയോഗങ്ങൾ കണ്ടെത്തുക. 1 മാർക്ക്. അവസാനം അതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, ഉദാഹരണത്തിന് ചരിത്രപരമായ കാര്യങ്ങൾ ചേർക്കാം. അതിന് 2 മാർക്ക്. ഈ ഓർഡറിൽ എഴുതിയാൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാം. എന്തിനാണ് പരീക്ഷയ്ക്ക് ഇങ്ങനൊരു ചോദ്യം എന്നൊരു സംശയം തോന്നാമല്ലേ? വളരെ സിമ്പിളാണ് അതിൻ്റെ ഉത്തരം. നമ്മുടെ ചുമ്മാ ഗൈഡ് മാത്രം വായിച്ചു പോവാതെ ഒറിജിനൽ കവിത തന്നെ വായിച്ചിട്ടുണ്ടോയെന്ന് ചെക്ക് ചെയ്യാനാണ്. കവിതയുമായി നമുക്കൊരു നേരിട്ടുള്ള ബന്ധമുണ്ടാക്കാനത് സഹായിക്കും. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ഒരു രത്നച്ചുരുക്കം. സാഹിത്യോപന്യാസം എഴുതുമ്പോൾ വിജയിക്കാനുള്ള ആ ഒരൊറ്റ ഫോർമുല എന്താണെന്ന് നോക്കാം. ഇതാണ് ആ വിജയമന്ത്രം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വൈഡ് ആംഗിൾ കാഴ്ചയും മൈക്രോസ്കോപ്പ് വെച്ചുള്ള സൂക്ഷ്മമായ നോട്ടവും ഒരുമിച്ച് കൊണ്ടുപോകണം. ഒരു കാലഘട്ടത്തെക്കുറിച്ച് പഠിക്കുന്നതിനൊപ്പം തന്നെ ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേക കവിതയെ ആഴത്തിൽ വിശകലനം ചെയ്യാനും നമുക്ക് കഴിയണം. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ടെലിസ്കോപ്പ് വെച്ച് ദൂരെയുള്ളതിനെ പഠിക്കുന്ന പോലെ വിശാലമായി പഠിക്കുക, അതേസമയം ഒരു മൈക്രോസ്കോപ്പ് വെച്ച് ചെറിയ കാര്യങ്ങളെ ശ്രദ്ധിക്കുന്ന പോലെ ഓരോ കൃതിയെയും ആഴത്തിൽ മനസ്സിലാക്കുക. ഈ രണ്ടും ഒരുമിച്ച് വരുമ്പോഴാണ് നിങ്ങളൊരു കിടിലൻ റൈറ്ററാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ ഊഴമാണ്. അടുത്തതായി ഏത് സാഹിത്യകൃതിയെക്കുറിച്ചാണ് നിങ്ങൾ ഇതേപോലെ ആഴത്തിൽ പഠിക്കാൻ പോകുന്നത്? നിങ്ങളുടെ വായനയും എഴുത്തും ഇനിയും ഒരുപാട് മെച്ചപ്പെടട്ടെ.